പിന്നെ വിഷ്ണു, നമുക്ക് താമസിച്ചാലും കുഴപ്പമില്ല, പണി തീർത്തിട്ട് പോയാൽ മതി കേട്ടോ. അതെന്താ? നാളെ അല്ല പുതിയ വീട്ടിലെ പണി നടക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അയ്യോ, നാളെ കാണത്തില്ലെന്ന് എങ്ങനെ പറയും? എന്താണ് വല്ല വള്ളി പിടിച്ചിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അതെന്തെല്ലാം സെറ്റ് ചെയ്തോളാം. അണീ മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തേ. നീ പോയി 2 ഊണി വാങ്ങിച്ചോണ്ടായി, താമസിച്ചാൽ കിട്ടത്തില്ല. ഇക്ക 2 ഊണി എടുത്തേക്കെ. പുറത്തേക്കുള്ള അകത്തോട്ട് കയറുന്നില്ലടാ. ഇല്ലിക്ക, ജോലിക്ക് തന്നെയാ, പുറത്ത് പൊടിയാ. ആ ചെറുക്കനെന്തേ അവനങ്ങ് പോയോ? അല്ല, ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചേ, ഈ പിള്ളേർ സെറ്റിന് എന്തിനാ പണിക്കൊണ്ട് കിടക്കുന്നേ? അവന്മാര് ചെയ്താൽ ശരിയാവോ? നല്ലോണം പണിനെ പിള്ളേരെ കൊണ്ടുവരുത്തോ, എല്ലാം കൊണ്ടുവരുമോ? പഠിക്കേണ്ട പ്രായത്തിലേ പണിക്ക് വരുന്നതേ കള്ളും കഞ്ചാവും മേടിച്ചു കുടിക്കാനാണോ? അവൻ ജോലിക്ക് വരുന്നുണ്ട്, വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവന്റെ കാശ് കൊടുത്തു വിടും. ഞാൻ എവിടെ പോകുന്നത് എന്താ ചെയ്യാൻ നമുക്കറിയത്തില്ല. ഇത് അജയണ്ണന്റെ വണ്ടിയില്ലേ? ആടാ, ഒരാഴ്ചയായിട്ട് അജയനോടാ പണി. അണ്ണിയും മേശിരിപ്പണിക്കും തടിപ്പണിക്കൊക്കെ നടക്കാതെ പഠിച്ചത് വല്ലതും നോക്കിക്കൂടെ? എടാ, നോക്കാനിട്ടാന്ന് കിട്ടണ്ടേ? ഒന്നാമതേ വെയില്, ചുമ്മാ ആരോഗ്യം കളയാനായിട്ട്. നിനക്കെങ്ങനെ പറയാം? അച്ഛന് ഹോട്ടൽ ഉണ്ടായിട്ട് വീട്ടിലെ കാര്യം നടക്കത്തില്ല മോനെ. പറഞ്ഞിട്ട് നാളെ ഇന്റർവ്യൂവിന് എങ്ങനെ പോകും? നമുക്ക് നേരത്തെ പോവാം, അവർക്ക് വേറെ പണി ഇവിടെ ഉണ്ട് കേട്ടോ. വേറെ ദിവസം വരേണ്ടി വരും. 2.5 ഇഞ്ച് വേണ്ടേ? ആ, കുറയല്ലേ. വാ പോവാം. അയ്യോ, എന്തോ അമ്മേ? കാല് മുടങ്ങി ഇവിടെ വീണ്. ആശുപത്രിയിലാണോ പോണേ? ഒരു ഓട്ടോ വിളിച്ചോട്ടെ. എന്തുട്ടാ എന്ത്? ആ, അമ്മ അവിടെ വീണ്, ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോട്ടെ. നീ വെറുതെ വള്ളി പിടിച്ച് ചെയ്താലും മക്കളെ വിളിച്ച് പറയാൻ നോക്ക്. അതെങ്ങനെയാണ് അമ്മ എങ്ങനെ ഇട്ടിട്ട് പോകുന്നേ? ജോലി കഴിഞ്ഞോ, എന്നാ വീട്ടിൽ പോവാം. ആവശ്യത്തെ കാര്യങ്ങൾ തലപ്പിച്ച് വെക്കാതെ. അത് സാരില്ല, എന്നെ സ്റ്റാൻഡിലോട്ടൊക്കെ അണ്ണൻ പൊക്കോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ വീട്ടിലെ പ്രാരാബ്ദങ്ങളെടുത്ത് തലയെ വയ്ക്കുന്ന കൊച്ചുങ്ങൾക്ക് വേറൊരാൾക്കുള്ള ദുഃഖം കണ്ടാൽ മനസ്സിലാവും. വെറുതെ ഞാൻ ആ കൊച്ചിനെ തെറ്റിദ്ധരിച്ചു.